ഇപ്പം വിശ്വാസം എങ്ങനെ പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് അല്ല, വിശ്വാസം എങ്ങനെ വരുന്നതാണ്? കേൾവിയിൽ നിന്ന് വരുന്നതാണ്. റോമ 10:17 ഇല്ലേ? റോമ 10:17 എന്താ വിശ്വാസം എന്ന് പറഞ്ഞ്? കേൾവിയിൽ നിന്ന്. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകളിൽ നിന്നാണ്. അപ്പോൾ ഈ സാക്ഷ്യം നമുക്ക് എന്താ തരണത്? കേൾവിയാണ്. കേൾക്കുമ്പോൾ എന്താ? വിശ്വാസം വരും നമുക്ക്. റോമ 10:17 അനുസരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസം വരും. വിശ്വാസം വന്നാൽ ഉടനെ എന്ത് പറ്റും? പ്രത്യാശ കിട്ടും. വിശ്വാസം വന്നാൽ പ്രത്യാശ വരും. അപ്പം അത് പ്രത്യാശ വന്നാൽ എന്ത് ചെയ്യും? പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരമായി വരും. അല്ലെങ്കിൽ പ്രാർത്ഥന ഇടക്ക് തണുത്തു പോകും. പ്രാർത്ഥന തണുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അരമണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ആവർത്തിച്ച് 30 വചനം അരമണിക്കൂറിനുള്ളിൽ കിടക്കാനുള്ളിൽ വായിച്ച് തീർക്കണം എന്ന് പറയുമ്പോൾ ആ ദൈവത്തുമായിട്ട് കോണ്ടാക്റ്റ് വരും. അപ്പോൾ ഉടമ്പടി വിഷയങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയുടെ പല വിഷയങ്ങളും ദൈവം നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യേണ്ട. ഇപ്പോൾ 16 കേസൊക്കെ ഉണ്ട് ചിലർക്ക്. ആ 16 കേസ് മാറിയിട്ട് സ്ഥലം വിറ്റ് മകളെ കെട്ടിക്കണം. അപ്പം നമ്മളുടെ ബലത്തിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഉടമ്പടി എന്തുകൊണ്ടാണ് പവർഫുൾ ആകണമെന്ന് ചോദിച്ചാൽ, ഈ ഉടമ്പടിയിലെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നാണ്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ. അപ്പം സക്കറിയ പ്രവാചകന് കൊടുത്ത വെളിപാടാണത്. 4:6 ഒന്ന് പറഞ്ഞ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. അതാണ് എഫെസ്യസ് 2:8 നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കണം എന്താ അറിയാവോ? ഉടമ്പടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അസാധ്യമായ കാര്യങ്ങളാണ്. ഈ അസാധ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മാനുഷികമായ ബുദ്ധിയോ ശക്തിയോ വിദ്യാഭ്യാസമോ സ്വാധീനമോ സ്വത്തോ കൊണ്ടൊന്നും സാധിക്കുമല്ല. അവിടെ ദൈവം തന്നെ ഇടപെടണം. അപ്പം ദൈവം ഇടപെടണമുണ്ടല്ലോ. സുപ്രീം കോടതി, യൂണിവേഴ്സിറ്റി, എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ഇടപെടുകയാണ്. അതെന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ട്. അത് ഉടമ്പടിയുടെ വാഗ്ദാനമാണ്. കൈ അടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കടവും സഹന സഹചര്യം മനസ്സിൽ ഓർക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതായത് ക്രിസ്തുവിന് പല തരത്തിൽ ഈശോയെ നമുക്ക് പ്രാപിക്കാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് റോമ 10:9. എന്നാ? യേശു കർത്താവാണെന്ന് ആധരം കൊണ്ട് ഏറ്റുപറയുക, ദൈവം അവന് മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. ഒന്നേ പറഞ്ഞ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ
പ്രാപിക്കും. അപ്പം രക്ഷ ആരാണെന്നാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ശമയോൻ പറഞ്ഞത് ലുക്ക 2:30, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പം രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. രണ്ട് ആളൊന്നാണ്. ആരാണ്? ഈശോ. രക്ഷ എന്ന് ശമയോൻ പറയും, ശക്തി എന്ന് പൗലോസ് പറയും. ദൈവത്തിൻ്റെ ജ്ഞാനവും 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പം ശക്തിയായാലും രക്ഷയായാലും നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ പ്രോസസ്സ് മെക്കാനിസം അറിയണം. നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ശക്തിയായാലും രക്ഷയായാലും നമ്മൾ പ്രാപിക്കുകയാണ് ചെയ്യണത്. ആരാധനയിലായാലും എങ്ങനെയാണത് പ്രാപിക്കണത്? പ്രഖ്യാപിക്കുമ്പോഴാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്നു. എന്ന് പറഞ്ഞ് യേശു കർത്താവാണ്, യേശു കർത്താവാണ്. ഇപ്പം കർത്താവാണെന്ന് പറയുമ്പോൾ രോഗത്തിൻ്റെയും കർത്താവാണ്, കടങ്ങളുടെയും കർത്താവാണ്. നിൻ്റെ ഇല്ലായ്മയുടെയും കർത്താവ് തന്നെയാണ് ഈശോ തന്നെ കർത്താവ്. ഇപ്പം കർത്താവെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുകളിൽ ആരുമില്ല. നിനക്ക് ക്യാൻസറാണെന്ന് പറഞ്ഞാലും, മഞ്ഞപ്പിത്തമാണെന്ന് പറഞ്ഞാലും, കരളിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞാലും, കരളിൻ്റെ അസുഖത്തിന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു സാക്ഷ്യം കേട്ടില്ലേ? സാക്ഷ്യം അല്ല, ഡോക്ടർ എന്ന് പറഞ്ഞ ഇപ്പോൾ ഒത്തിരിയേറെ കരൾ രോഗികൾ സുഖപ്പെടുന്നുണ്ട്. പുതിയ കരളും പുതിയ കിഡ്നി അമ്മയുടെ മധ്യശരീശ വെച്ച് കൊടുക്കുന്നുണ്ട്. അവർ ഇപ്പോൾ 1-2 ആണെങ്കിൽ നമുക്ക് പറയാം ഒറ്റപ്പെട്ട സംഭവം. അങ്ങനെയല്ല, നിരന്തരം ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ വരുന്നത് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. യേശു കർത്താവാണെന്ന്. അപ്പോഴേ രോഗമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. കടവും ജപ്തി നടപടിയും ഒന്നുമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. അപ്പം നീ ആ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നിലിരുന്നുകൊണ്ട് അത് വ്യാഖ്യാനിച്ച് തരണം. അപ്പം നീ ഇടയ്ക്ക് പറയണം യേശു കർത്താവാണ്. നീ പരീക്ഷയെ തോറ്റെന്ന് പറഞ്ഞാലും നീ പറയണം പരീക്ഷയല്ല, റിസൾട്ടല്ല, സർട്ടിഫിക്കറ്റ് അല്ല കർത്താവ്, യേശു കർത്താവ്. അപ്പം യേശു കർത്താവാണ്, യേശു കർത്താവാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. എന്താ ഉള്ളിൽ എന്തെങ്കിലും ഒരു പരാജയം വന്നാൽ അപ്പം തന്നെ പറയണം. നീ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യണം. യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശുവാണ് കർത്താവ്, യേശുവാണ് ശക്തി. അക്ഷരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഒന്ന് പറഞ്ഞ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു. ഇപ്പം മരണത്തിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. അതിനേക്കാൾ വലിയ കാര്യം എന്താണ്? ഉയർപ്പ് അല്ലേ? എന്ത് തകർച്ച വന്നാലും ഞാൻ എന്നെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്ന് പറഞ്ഞ്, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. ഒന്നിന് പറഞ്ഞ്, എന്ത് തകർച്ച വന്നാലും ഞാനതിനെ തരണം ചെയ്യും ഈശോയുടെ നാമത്തിൽ. കൈ അടിച്ച് കിടത്താൻ എന്ത് തകർച്ച വന്നാലും കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന്. എൻ്റെ പേര് ബിന്ദു. ഞാൻ കോഴിക്കോട് ജില്ലയെ വടകരയിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 23 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ആദ്യം തന്നെ ഉണ്ടായത് രോഗസൗഖ്യമാണ്. എൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് നിയോഗപ്രാർത്ഥന വെച്ച്, അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഉടമ്പടി തൈലം എങ്ങനെ പ്രയോഗിക്കണമെന്നും എങ്ങനെ കൊണ്ടു നടക്കണമെന്നും പ്രാർത്ഥന എന്താണെന്നും ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്ത്, ഞാനൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്.
അതുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് 30 ദിവസത്തെ ബ്ലീഡിങ് വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന, അതോടുകൂടി അമ്മ എൻ്റെ യൂട്രസിലെ മുഴ എടുത്തു കളഞ്ഞ് ഞാനിപ്പം 3 വർഷമായി മെൻസസ് ആകത്തില്ല. അതാണ് എനിക്ക് ഒന്നാമത് തന്ന അനുഗ്രഹം. രണ്ടാമത് തന്ന അനുഗ്രഹം, എൻ്റെ കാലിന് മടമ്പിന് ഒരു എല്ല് വളർന്നിട്ട് പുറത്തോട്ട് ചാടിയതുകൊണ്ട് എനിക്ക് കാല് നിലത്ത് വെച്ച് അമർത്തി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. നടക്കുമ്പോൾ ഭയങ്കര വേദന അനുഭവപ്പെട്ടു. ഞാൻ പല ഡോക്ടർക്കും കാണിച്ച് സ്കാനിങ് എടുത്ത് ഇഞ്ചക്ഷൻ വെച്ച്, എന്നിട്ടും എനിക്ക് സുഖത്തിലൊരു കുറവും ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലിന് ഇഞ്ചക്ഷൻ വെച്ച സ്ഥലത്ത് പാണ്ടുപോലെ നിറം മാറി വരികയും മരുന്ന് പുരട്ടിയിട്ടൊന്നും മാറാതെയും വന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോനോടും അമ്മ മാതാവിനോടും പറഞ്ഞ്, എനിക്കുള്ള രോഗത്തിൻ്റെ മരുന്ന് ഇനി അമ്മയുടെ ഉടമ്പടിത്തൈലാണ്, ഇത് പുരട്ടി എനിക്ക് സൗഖ്യമാക്കി തരണം. ഞാനൊരു 10-11 ദിവസമായി അത് പുരട്ടി. ഞാൻ അറിയാതെ തന്നെ ആ രോഗം മാറ്റി. അവിടെയുള്ള പാണ്ടുപോലെയുള്ള അടയാളങ്ങളും പോയി. പിന്നെ എനിക്കുണ്ടായ സൗഖ്യം, ഞാനൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. എൻ്റെ പഞ്ചായത്തിലെ 11ാം വാർഡിലെ തൊഴിലാളിയാണ് ഞാൻ. അവിടെ പണി കുറവായതുകൊണ്ട് 10ാം വാർഡിലേക്ക് ഞങ്ങൾ കുറച്ച് ആളുകളെ അവിടേക്ക് മാറ്റി. അവിടെ പണി കൊടുത്ത് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ 11ാം വാർഡ് എൻ്റെ വാർഡിലായ അംഗങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കി. അവരെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നും പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ തന്നെ പണിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പോയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടം. അവിടെ നല്ല ഒത്തൊരുമയോടുകൂടി നല്ല മേറ്റായിരുന്നു, സന്തോഷവും സമാധാനവും ഉണ്ടായ ഒരു ജോലിയായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പണിയെടുക്കണം എല്ലാവർക്കും ഇഷ്ടം. ഞാൻ പറഞ്ഞ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എൻ്റെ അടുത്ത് അമ്മ മാതാവിൻ്റെ ഉടമ്പടിത്തൈലുണ്ട്, ഉപ്പുണ്ട്, ഇതെല്ലാം പ്രയോഗിച്ച് നമുക്ക് ഇവിടുത്തെ പ്രസിഡൻറ്റിനോട് പറയാം. പ്രസിഡൻറ്റിൻ്റെ അടുത്തൊരു അപേക്ഷയുമായി ചെന്നു. തൈലം പുരട്ടി ഉപ്പ് കൊണ്ട് കുരിശ് വരച്ച് പ്രസിഡൻറ്റിന് നിയോഗം കൈമാറി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ തന്നെ പണിയെടുക്കണമെന്ന്. പ്രസിഡൻറ്റ് പറഞ്ഞ് യാതൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഇവിടെ തന്നെ പണിയെടുത്തോളിന്ന്. അങ്ങനെ ഒരു സൗഖ്യം എനിക്ക് തന്നു. നമുക്ക് ഈ വാർഡിൽ തന്നെ പണി തരും പ്രസിഡൻറ്റ് നമ്മളെ വിളിച്ചിട്ട് പറയുമെന്നും പറഞ്ഞ് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞ് 10ാം വാർഡിൽ തന്നെ നിങ്ങൾ പണിയെടുത്തോളാൻ പറഞ്ഞ് അങ്ങനെ തന്ന സൗഖ്യം. പിന്നെ എനിക്കുണ്ടായത് 22 വർഷമായി ഞങ്ങളെ വീട്ടിലേക്ക് വഴിയില്ല. 2 അടി വഴി ഞങ്ങൾക്ക് അടുത്ത വീട്ടുകാർ തന്നതാണ്. ആ വഴിയിൽ പുല്ലും കാടും നിറഞ്ഞാൽ ഞങ്ങളത് മഴക്കാലം വരുമ്പോൾ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. എന്നും ഞാൻ കരയും മാതാവിൻ്റെ അടുത്ത്. 2 അടി വഴിയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല മാതാവ്. ആ ഉപ്പിട്ട് ഞാൻ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വഴക്കിനും മക്കാളത്തിനൊന്നും ഞാൻ പോയില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ വഴി ഞങ്ങൾക്ക് തിരിച്ചു തന്നു. 2 അടിയോളം ഇപ്പോൾ 6 അടികൾ നീളത്തിലാണ് ഞങ്ങൾക്ക് വഴി തന്നത്. കുറേ അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച അമ്മ മാതാവിനും എൻ്റെ ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്കുണ്ടായ അനുഗ്രഹം, ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം കേട്ടപ്പോൾ എനിക്കും സങ്കടമായി. ആ സാക്ഷ്യത്തിൽ ചേച്ചി ഇങ്ങനെ പറയുണ്ടായി, ഞാനാണ് ഉടമ്പടി എടുത്തത്, എൻ്റെ വീട്ടിലുള്ളവർക്കാണ് അനുഗ്രഹം മുഴുവൻ. ഒന്നമ്മനെ കാണാൻ പോലും സ്വപ്നത്തിൽ കാണാനോ മുല്ലപ്പൂവിൻ്റെ മണം ആസ്വദിക്കാനോ ഒന്നും ആ ചേച്ചിക്ക് സാധിച്ചില്ല. ആ ചേച്ചി അന്ന് കരയുണ്ടായി. അതുപോലെ ആ ധ്യാനം കൂടുമ്പോൾ ഞാനും കരഞ്ഞു. എനിക്കും അമ്മനെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടാൽ മതി, വേറെ ഒന്നും അമ്മ എനിക്ക് തരണ്ട. അന്ന് രാത്രി ഞാനും സ്വപ്നത്തിൽ കണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിനെ. എനിക്കെന്തോ സന്തോഷമായി. പിന്നെ ഞാൻ ഇവിടുത്തെ ധ്യാനത്തിൽ വേറൊരു സിസ്റ്റർ സാക്ഷ്യവും പറയുകയുണ്ടായി. ആ സിസ്റ്ററെ കുടുംബത്തിൽ ക്യാൻസർ രോഗിക്ക് 2 തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കൊടുത്തെന്നും പറഞ്ഞ് ഉള്ളൊരു സാക്ഷ്യം ഞാനിവിടെ കണ്ട്. അപ്പോൾ എനിക്കും എന്തെല്ലോ ഒരു സമാധാനക്കേട്, അമ്മ എൻ്റെ അപ്പരെ ഇല്ലേ, അമ്മ ഞങ്ങൾക്ക് എന്തോ ഒരടയാളോ ഒന്നും കാണിച്ചു തരാത്ത എന്നുള്ളൊരു ചിന്തയായി എനിക്ക്. ഞാനന്നിപ്പം മാതാവിനോട് പറഞ്ഞു, ഇതുപോലെ എന്തെങ്കിലും അടയാളോ അത്ഭുതമോ എനിക്കും കാണിച്ചതാ അമ്മേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് സന്ധ്യാനേരം 2 തിരിയും കത്തിച്ച് വെച്ച്
ഞാൻ 2 പ്രാർത്ഥനയും ഒപ്പരം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുറേ പ്രാവശ്യം എനിക്ക് തിരിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള. പിന്നെ ഞാൻ അത്ഭുതം ചോദിച്ചപ്പോൾ എനിക്ക് ഇടിവെട്ട സാക്ഷ്യം തന്ന്. എല്ലാവർക്കും മാതാവിന് തിരിയിലാണ് കാണിച്ചു കൊടുത്തത്. പക്ഷേ തിരിയിൽ എനിക്ക് അമ്മ മാതാവിൻ്റെ തിരുഹൃദയ തന്ന്. ആ തിരുഹൃദയം ഞാനിവിടെ കൊണ്ടുവന്നിട്ടു. ഈ 2 തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അമ്മേൻ്റെ നിർമ്മല ഹൃദയ തന്നു. ഇതിലേറെ വലിയ സന്തോഷം ഇനി എന്താ വേണ്ടി? ഇനി അമ്മ എനിക്കൊന്നും തന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഇത് തന്ന അമ്മ മാതാവിനും എൻ്റെ തിരുകുമാരനും കൊടാനുകൂടി നന്ദി. ബാക്കിയുള്ള സാക്ഷി എൻ്റെ മകൻ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അശ്വന്ത്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്ന് വരുന്നത്. ഞങ്ങൾ നോൺ ക്രിസ്ത്യൻസ് ആണ്. ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് 2022 ഒക്ടോബർ മാസമാണ്. വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2018 മുതൽ തന്നെ ഓരോ പ്രശ്നങ്ങൾ, അതായത് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം, അതുപോലെ തന്നെ കുടുംബശ്രീയിലെ കുറച്ച് പ്രോബ്ലംസ്, അങ്ങനെ ഒരു പ്രോബ്ലം തീരുമ്പോൾ അടുത്തൊരു പ്രോബ്ലം വരിക, പിന്നെ അത് പോലീസ് കേസാവുക, പോലീസ് വീട്ടിലേക്ക് വരിക, ചില പ്രശ്നങ്ങൾ അത് കോടതി വരെ പോകുക. അങ്ങനെ നമുക്ക് സമാധാനം ഇല്ലാണ്ട് നമ്മൾ ചില സമയത്ത് ദൈവത്തെ പോലും നമ്മൾ കുറ്റം പറഞ്ഞു പോകുന്നൊരവസ്ഥ കടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ സമാധാനമില്ല. ഓരോ രാത്രികളും ഇങ്ങനെ ഒരു പ്രോബ്ലം കഴിയുമ്പം ആ പ്രോബ്ലത്തെക്കാട്ട് വലിയൊരു പ്രോബ്ലമാണ് അടുത്ത വരുന്നത്. അങ്ങനെ പ്രോബ്ലങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് മാതാവ് കൈപിടിച്ച് ഈ കൃപാസനം മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മ ഞങ്ങളിവിടെ കൊണ്ടുവന്നു. ഈ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ആദ്യം ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പോൾ ട്രെയിൻ ബുക്ക് ചെയ്തത് ആദ്യമായിട്ട് ആലപ്പുഴയിലേക്ക് വരികയാണ്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ വരണം, റൂട്ടൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങൾ വടകര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ട്രെയിനിൽ മുന്നിലെത്തുന്ന സമയത്താണ് ഞങ്ങളോട് ആരോ പറയുന്നത്, നിങ്ങൾ സ്ലീപ്പറിൽ കയറണ്ട, ലേഡീസിൽ കയറാൻ. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി ലേഡീസിൽ കയറുന്നു, ഞാൻ തൊട്ടുള്ള ജനറലിൽ കയറുന്നത്. ഈ ലേഡീസിൽ ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഇരിക്കുന്ന ഒരു ഫാമിലീസ് ഓൾറെഡി ഉണ്ടായിരുന്നു. മാതാവ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ ഞങ്ങൾ ഒരുക്കണ്ടേയിട്ട് മാതാവ് ഒരു ഫാമിലീനെ ട്രെയിനിൽ ഓൾറെഡി തന്നിരുന്നു. അങ്ങനെ വന്ന് ട്രെയിനിൽ അവർ ഉടമ്പടി എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. ഇവിടെ വന്നപ്പം വീട്ടിൽ ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അമ്മ ഉടമ്പടി എടുത്താണെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും, ഞാനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായാലും ഉടമ്പടി പ്രാർത്ഥനയായാലും ചൊല്ലി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ വഴിയുടെ പ്രശ്നം. ഞാൻ ജനിച്ച എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ അത് ഫസ്റ്റ് വേറെ ആരുടെയോ സ്ഥലമായിരുന്നു. ആ സ്ഥലത്തൂടെ ആയിരുന്നു ഞങ്ങൾ വഴി പോയിരുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് വഴിയായിട്ടൊന്നും തന്നിട്ടില്ല. പിന്നീട് അവരെന്ത് ചെയ്ത് ആ സ്ഥലം വേറൊരാൾക്ക് വിറ്റു. അപ്പോഴും ഞങ്ങൾക്ക് വഴി തന്നില്ല. പിന്നെ മഴ പെയ്ത സമയത്ത് വെള്ളം നിറഞ്ഞ് പ്രശ്നങ്ങളായി, അങ്ങനെ പോലീസ് വന്ന്, അങ്ങനെ ലോക പ്രശ്നങ്ങൾ, അടിയായി, കച്ചറയായി. അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം എനിക്ക് 24 വയസ്സ്, അതായത് 24 കൊല്ലം കൊണ്ട് നടക്കാത്ത ഒരു കാര്യം ഇവിടെ വന്നു പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടി വിശ്വാസ പ്രമാണം ചൊല്ലി ആ വഴിയിലിട്ട സമയത്ത് ലോകത്തിൻ്റെ ന്യായാധിപൻ തന്നെ ഇറങ്ങി വന്ന് അമ്മയുടെ മധ്യസ്ഥതയിൽ സമാധാനത്തിൽ തന്നെ ഞങ്ങൾക്ക് അവർ തന്നെ വഴി തന്നു. ഇതാണ് ഏറ്റവും വലിയൊരു സാക്ഷ്യം. അതുപോലെ തന്നെയാണ് അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ്. അപ്പം അച്ഛൻ അങ്ങനെ അത്ര വിശ്വാസമില്ല, ചെറിയൊരു വിശ്വാസമുണ്ട്. അപ്പം ഇവിടെ വന്ന സമയത്ത് പുലർച്ചയ്ക്ക് കടലിൽ പോകുന്ന സമയത്ത് ഹാർബറിലെത്തണമെങ്കിൽ ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ട്. സോ പല മൃഗങ്ങളുണ്ടാകാം. സോ നമ്മൾ പ്രാർത്ഥിച്ചു, ഒന്നും ഉണ്ടാകരുതേ മാതാവേ, നീ കൂടെ ഉണ്ടായിക്കൊള്ളണേ എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്ത് തൈലം നെറ്റിയിൽ പുരട്ടി കൊടുത്തു. തിരിച്ച് അച്ഛൻ വരുമ്പം പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഹാർബറിലെത്തുന്ന വരെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. വിശ്വാസം ഇല്ലാത്ത അച്ഛനെ മാതാവ് എന്ത് ചെയ്തു, വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അത് വേറൊരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിലുണ്ടാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഒരു ലാപ്ടോപ്പ്, ഞാൻ MBA-കാരനാണ്, അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഫിഷറീസ് ഓഫീസറെ കണ്ട് പലതവണ ഞാൻ നടന്ന്
അവസാനം പാസ്സാകുന്ന രീതിയിൽ എത്തിയപ്പോൾ ആ ലിസ്റ്റ് എന്ത് ചെയ്ത് തള്ളുന്ന രീതിയിൽ എത്തിപ്പെട്ട്. അപ്പോഴാണ് മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ചത്. മാതാവ് കൈപിടിച്ച് ഇവിടെ എത്തിച്ച സമയത്താണ് ഇവിടുന്ന് അമ്മ ഉടമ്പടിയുടെ സമയത്ത് എങ്ങനെയോ ശ്രവിക്കപ്പെടുകയാണ് ഈ ലാപ്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്ത് ഈ ലാപ്ടോപ്പ് എന്നുള്ളത് ജസ്റ്റ് വെറുതെ ഒന്ന് നിയോഗത്തിലേക്ക് വെച്ചു, ഉടമ്പടി എടുത്തു, തിരിച്ചു വന്നു. ഒരു 1.5 മാസം ആകുന്നപ്പോഴത്തേക്ക് ഈ തള്ളിപ്പോയ ലിസ്റ്റ് മാതാവ് തിരിച്ചെടുത്തു. എനിക്ക് തോന്നുന്നു ആ 90 ദിവസം പൂർത്തിയാകുന്ന സമയം കൊണ്ട് തന്നെ മാതാവ് എന്ത് ചെയ്തു, ലാപ്ടോപ്പ് തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെയായിരുന്നു ഒരു വണ്ടി വാങ്ങാനുള്ളത്. അപ്പം നമ്മൾ മാതാവിൻ്റെ ഭക്തന്മാരായതുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ കളറാണ് ആഗ്രഹിക്കാം. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് അമ്മയുടെ നീലാങ്കി ആയതുകൊണ്ട് നീല കളറിലൊരു വണ്ടി മതിയെന്നാണ്. പക്ഷേ മാതാവ് എന്ത് ചെയ്താണ്, അത് ഉടമ്പടിയിൽ വെച്ചേ ഉള്ളൂ, കുറച്ച് ഡേയ്സ് കൊണ്ട് തന്നെ അമ്മയുടെ ഗ്രേ കളറിലുള്ള നല്ലൊരു വണ്ടി തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്താണെങ്കിലും ഉടമ്പടി പാലിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടും, ചിലതൊക്കെ എന്ത് ചെയ്ത് സ്ക്രോൾ ചെയ്ത് കളയും, അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ പറഞ്ഞല്ലോ, അമ്മക്ക് ഒരു ദിവസം എന്ത് ചെയ്ത് മാതാവ് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഉറങ്ങി എങ്ങനെ കണ്ണ് തുറന്നെന്നറിയില്ല. ഞാൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ണ് തുറന്നാൽ മീൻസ് ഒരു ഹാളുണ്ട്, അവിടെയാണ് ഡൈനിങ് ടേബിൾ ഉള്ളത്. അപ്പം ഒരു പുലർച്ചെ സമയത്ത് ഞാൻ എങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണാം സിൽവർ ഗ്രേ കളറിൽ ആ ഒരു വെളിച്ചം നിൽക്കുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നമ്മൾ കണ്ടാൽ പെട്ടെന്ന് പേടിച്ച് പോകും. അപ്പോൾ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് തിരിഞ്ഞു കിടന്ന്. അത് കഴിഞ്ഞ് കുറച്ചും കൂടിയും കഴിഞ്ഞപ്പം വീണ്ടും എൻ്റെ ഉറക്കം ഞെട്ടി. ഈ ഉറക്കം ഞെട്ടിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ കണ്ട ഈ സിൽവർ ഗ്രേ വെളിച്ചം നേരെ ഞാൻ എവിടെയാണോ മാതാവിനെ വെച്ച് ആരാധിക്കുന്നത് അതിൻ്റെ നേരെ ഫ്രണ്ടിൽ വന്നാണ് ഈ സിൽവർ ഗ്രേ കളർ നിൽക്കുന്നത്. അപ്പം അമ്മ സ്വപ്നത്തിൽ കണ്ടാണെങ്കിലും മാതാവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട്. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റലിൽ HR വർക്ക് ചെയ്യുകയാണ്. അമ്മ തന്നെ തന്ന ജോലിയാണ്, അമ്മ തന്ന അടയാളമായിട്ട് എൻ്റെ യൂണിഫോം തന്നെ ഗ്രേ കളറാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാതാവിനെ കണ്ട് പിറ്റത്തെ മാസം അമ്മയോട് ഞാനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ CEO എന്ത് ചെയ്താണ് എന്നെ ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ HR മാനേജർ കഴിഞ്ഞാൽ ഈ റിക്രൂട്ട്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ് ഡോക്ടേഴ്സ് റിക്രൂട്ട്മെൻറ്റ്. കാരണം ഒരു ഹോസ്പിറ്റൽ ഓടണമെങ്കിൽ മെയിനായിട്ട് എന്ത് വേണം, ഡോക്ടർ വേണം. അങ്ങനെ മാതാവ് എന്നെ എന്ത് ചെയ്ത് സിഒയുടെ രൂപത്തിൽ തന്നെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ പിന്നീട് CEO എനിക്ക് 2 ടാസ്ക് തരികയാണ്. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിനെയും ഒരു യൂറോളജിസ്റ്റിനെയും ജോയിൻ ചെയ്യിക്കാം. പെട്ടല്ലോ, കാരണം ഗ്യാസ്ട്രോ യൂറോ ഒക്കെ ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇതിൽ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. ഒരു 4 മാസം ഞാൻ ഓരോ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിൻ്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിക്കുക. ഡോക്ടേഴ്സ് ആരും വില്ലിങ് അല്ല, കാരണം അവർ ഓൾറെഡി വർക്കിംഗ് ആണ്. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിനോട് പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുന്നത് കഴിഞ്ഞു, ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ അമ്മയെ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു യൂറോളജിസ്റ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു. ആ യൂറോളജിസ്റ്റ് വേറൊരു ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ ആ യൂറോളജിസ്റ്റ് പോവുകയും ചെയ്ത്. അപ്പോൾ യൂറോളജിസ്റ്റ് പോയത് കൊണ്ട് പേഷ്യൻറ്റ് കൂടുതലുണ്ട്, എൻ്റെ ടാസ്ക് കൂടുകയും ചെയ്ത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. ആ ഒരാഴ്ച ഞാൻ എന്ത് ചെയ്ത് ഉപവാസം പ്രഖ്യാപിക്കുക, മത്സ്യമാംസങ്ങൾ ഒഴിവാക്കിയിട്ട് ഞാൻ ഉപവാസം പ്രഖ്യാപിക്കാം. എന്നിട്ട് ഞാൻ അത് അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. ആ ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ യൂറോളജിസ്റ്റ്, എനിക്ക് തോന്നുന്നു എറണാകുളത്തുള്ളൊരു യൂറോളജിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നു. അവരെ ഞാൻ CEO ആയിട്ട് കണക്ട് ചെയ്യിക്കുന്നു, അവർ ജോയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ജോയിൻ ചെയ്യുന്നു. ആ ഒരാഴ്ച ഞാൻ 4 മാസം ശ്രമിച്ച് നടക്കാത്തത് അമ്മക്ക് വിട്ടുകൊടുത്തപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോവും വന്ന് യൂറോളജിസ്റ്റും വന്ന്. ഇതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം. പിന്നീടെന്ന് പറയുന്നത്, ഞാനിവിടെ 3 തവണ ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ടുണ്ട്. ആ 3 തവണയും മാതാവ് ഈ പ്രദക്ഷിണത്തിൽ എന്നെ ഒരിക്കലും പുറകിലല്ല നിർത്തിച്ചത്, മാതാവ് എന്നെ മുന്നിൽ തന്നെ നിൽച്ചത്. കാരണം ഓരോ തവണ മാതാവ് ആയാലും പിന്നെ മെഴുകുതിരി ആയാലും ചന്ദനത്തിരി ആയാലും ഓരോന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അമ്മ എന്നെ ഇന്നേ വരെ ഞാനിവിടെ ഉടമ്പടി പുതുക്കി ഇത്ര ആയിട്ട് പോലും അമ്മ ആ പ്രദക്ഷിണ വഴിയിൽ എന്നെ പിന്നിലേക്ക് ആക്കിയിട്ടില്ല. അമ്മ എന്നെ എന്നും മുന്നിൽ തന്നെ നിർത്തിയിട്ടുള്ളൂ. ഞങ്ങൾ ഈ മെയ് മാസം, അതുപോലെ തന്നെ ഒക്ടോബർ മാസം, അതുപോലെ തന്നെ ഡിസംബർ മാസം, ഈ 3 മാസം ഞങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾ മത്സ്യമാംസങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ
അങ്ങനെ നല്ല രീതിയിൽ വ്രതശുദ്ധിയോട് കൂടിയാണ് ഞങ്ങൾ എന്ത് ചെയ്യാം ഈ 3 മാസം പ്രെയർ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ചേച്ചിക്ക് ജോലിയില്ലാത്തൊരവസ്ഥ വരിക. അപ്പം ചേച്ചി ഞങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കണം, ജോലിയില്ല, 3-3.5 മാസത്തോളം വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ അമ്മ എന്ത് ചെയ്ത് പ്രാർത്ഥിച്ച്, അമ്മ പറഞ്ഞ് ഒരു ഡിസംബർ മാസം മാതാവേ ഇത് ഈ മാസം നീ ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ തന്ന മാസം, ഈ മാസം കഴിയുന്നതിന് മുന്നേ എൻ്റെ മകൾക്ക് ജോലി കൊടുക്കണേ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം കാണാം രാവിലെ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആരോ ഒരാൾ തലോടുന്ന രീതിയിൽ നോക്കുമ്പം ഉറക്കത്ത് കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് കാണാം മാതാവിൻ്റെ ഇടത്തെ കരം തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. വലത്തെ കൈകളിൽ കാണാം വെള്ളമുത്തിൻ്റെ ജപമാല. അപ്പോൾ അമ്മ ഇങ്ങനെ തലോടാണ്. അമ്മയൊന്നും പറയുന്നില്ല, അമ്മ ഇങ്ങനെ ചിരിക്കുകയാണ്. അമ്മയെ കാണാൻ എന്ത് സുന്ദരിയാണെന്നറിയാവുക. അങ്ങനെ അപ്പോൾ അമ്മയോട് പറഞ്ഞ് അമ്മ എനിക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൈകളിൽ സ്പർശിക്കുമ്പോൾ തന്നെ ഷോക്ക് അടിക്കുകയും ചെയ്യുന്നു, മാതാവ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഡിസംബർ 25 ഞങ്ങൾ പ്രഖ്യാപിച്ച് ഞങ്ങൾ വ്രതമൊക്കെ കഴിയുന്ന സമയത്ത് ഡിസംബർ 26-ാം തീയതി ഒരു ഇൻ്റർവ്യൂ കോൾ വരുന്നു. ഡിസംബർ 27 കഴിഞ്ഞ് 28-ാം തീയതി ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്ററും കൂടി വരികയാണ്. അതാണ് വേറൊരു സാക്ഷി എന്ന് പറയുന്നത്. ഇതേ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജപമാല എന്താണെന്ന് അറിയാതെ, കാരണം നോൺ ക്രിസ്ത്യൻസ് ആണ്. ആകെ അറിയുന്നത് ഈ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ജപമാല എൻ്റെ ചേച്ചിക്ക് ആരോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ജപമാല എന്ത് ചെയ്ത് ചേച്ചി ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ ജപമാല ചൊല്ലുകയാണ്. ആദ്യമായിട്ട് ജപമാല ചൊല്ലുകയാണ്. നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് ചൊല്ലണമെന്നുള്ളത്. അങ്ങനെ ജപമാല ചൊല്ലി, ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ചേച്ചി ജപമാല പഠിപ്പിച്ച ആ സമയത്താണ് മാതാവ് ജപമാലയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ പിറ്റേത് മാതാവിൻ്റെ മെയ് വണക്ക മാസം ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കാണാം അമ്മ ആ ജപമാല, എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ, ആ ജപമാല അവിടെ എത്തി, അമ്മ അത് സ്വീകരിച്ചു. ഞങ്ങളെ മെഴുകുതിരിയിൽ കാണാം അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ രൂപം. മാതാവ് ജപമാല ചൊല്ലുന്നത്, കുറച്ച് ദിവസം ജപമാല ചൊല്ലിയതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ എന്ത് ചെയ്ത്, മാതാവ് ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഞങ്ങളുടെ സ്വപ്നത്തിൽ വന്നു, ഞാൻ കാണുന്ന വിധത്തിൽ മാതാവ് കണ്ടു. പക്ഷേ ഇവിടെ ഒരു സാക്ഷ്യപ്പെടുത്താൻ അമ്മ പ്രത്യക്ഷപ്പെട്ടു ഈ പച്ച മെഴുകുതിരി. അതുകൊണ്ട് തന്നെ ഈ നീല മെഴുകുതിരി ആയാലും പച്ച മെഴുകുതിരി ആയാലും പ്രാർത്ഥനാ സമയത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ ഊതുവോ അല്ലെങ്കിൽ കൈകൊണ്ട് തള്ളിക്കെടുത്താറോ ഇല്ല. കാരണം അമ്മ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ ഇതാണ് മെഴുകുതിരി. അപ്പോൾ നമ്മൾ ഊതുമ്പോൾ മാതാവിൻ്റെ മുഖത്തേക്ക് ഊതുന്ന പോലെയാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് അടിക്കുമ്പോൾ അമ്മയെ അടിക്കുന്ന പോലെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തീപ്പെട്ടി കൊള്ളി കൊണ്ടോ ആണ് എന്ത് ചെയ്യുക, പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുക, മെഴുകുതിരി കെടുത്താറുള്ളത്. ഒത്തിരി അനുഗ്രഹങ്ങൾ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ മാതാവിനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ മാതാവിനെ കിട്ടിയ ആ രൂപം ഇവിടുന്ന് സ്റ്റാളിൽ നിന്ന് ഞാൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചു, പ്രാർത്ഥിച്ച് ഒരു ജപമാല കൊടുത്തു. ആ മാതാവിനെ ഇവിടുന്ന് വാങ്ങി ആ രൂപം വാങ്ങി വീട്ടിൽ വെച്ചതിന് ശേഷം പിന്നെ അമ്മ പറഞ്ഞല്ലോ പല തവണയായി നീല പച്ച മെഴുകുതിരിയിലെ അമ്മ പല രൂപത്തിൽ അമ്മ എന്ത് ചെയ്യും പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് ഈ ആഗസ്റ്റ് മാസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ഒരു സിസ്റ്റർ ഒരു വചനം തരികയാണ്. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇതേ വചനം തന്നെ ആഗസ്റ്റ് 26-ാം തീയതി ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഇത് പറഞ്ഞ് കഴിയലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴവിൽ എനിക്ക് കാണണമെന്നുള്ളത്. പക്ഷേ ഈ വചനം എനിക്ക് തന്ന് അതേ 26-ാം തീയതി അച്ഛൻ ഡെയിലി ബ്രെഡിൽ അത് പറയുകയും ചെയ്ത് ഞാൻ മുട്ടിയിരുന്ന് പ്രാർത്ഥിച്ച് നോക്കുമ്പം കാണാം ആകാശത്ത് വീണ്ടും ഇതേ മാതാവിൻ്റെ രൂപത്തിൽ ചുവന്ന നമ്മളെ ഉദിച്ച് വരുന്ന സൂര്യൻ്റെ കളറില്ലേ, ആ കളറിൽ അമ്മ ആകാശത്തും പ്രത്യക്ഷപ്പെട്ടു. ഒരു 2-3 മിനിറ്റ് അമ്മ വീണ്ടും ആകാശത്ത് പ്രത്യക്ഷപ്പെടുക. അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയാണ്. കാരണം ട്രാക്കില്ലാത്ത ആളുകളാണ് ട്രാക്കിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മെൻറ്ററാണ് പരിശുദ്ധ അമ്മ. അമ്മ അടിപൊളിയാണ്. കാരണം നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അമ്മക്കത് സാധിച്ചു തരാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ അമ്മ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയാണ്. ഇനി കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞാനായാലും അമ്മയായാലും
പാലിയേറ്റീവിൽ പോയിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. ബഡ്സ് സ്കൂളിൽ ഞങ്ങൾ അധികം കാരുണ്യ പ്രവൃത്തികൾ ഞാനും അമ്മയും ഒന്നിച്ചാണ് പോകാറ്. ബഡ്സ് സ്കൂളിൽ പോയിട്ട് അവർക്കെല്ലാം നമ്മുടെ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഓരോ ചേച്ചി മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് എനിക്ക് തോന്നുന്നു പത്രങ്ങളൊക്കെയാണ് തന്നെ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് ചേട്ടന്മാരോട് നമ്മുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുക. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോയ സമയത്ത് ഒരു ദിവസം രാവിലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ജോഗിങ്ങിന് പോവുകയാണ്. അപ്പോൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പെട്ടെന്നൊരു ദിവസം പ്ലാനിങ് ആണ്, ജോഗിങ്ങിന് പോകുകയാണ്. പക്ഷെ ഞങ്ങൾ പോകുന്ന റൂട്ട് പെട്ടെന്ന് ആരോ തിരിക്കുന്ന പോലെ. അപ്പോൾ റൂട്ട് തിരിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ കാണാം അവിടെ ഒരു മാതാവിൻ്റെ പള്ളി. ആ പള്ളിക്ക് പുറത്ത് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാതാവിനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതാ നിൻ്റെ മാതാവ് ഇരിക്കുന്നത്. അവന് മാതാവിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ മാതാവ് അതാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, മാതാവിനെ കണ്ടതല്ലേ, കണ്ട സ്ഥിതിക്ക് എന്തായാലും അമ്മയെ കണ്ട് പ്രാർത്ഥിക്കണ്ടേ, കാരണം ഞാൻ അമ്മയുടെ ഒരു ഭക്തനാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ച് കണ്ണടച്ച് താഴെ നോക്കുമ്പോൾ കാണാം ഏതോ ഒരു വ്യക്തി കൊണ്ടുപോയി വെച്ച കൃപാസനത്തിലെ ഒരു 3-4 കെട്ട് പേപ്പർ. ജൂൺ മാസത്തെ, ജൂലൈ മാസത്തെ, കഴിഞ്ഞ കൊല്ലത്തെ സെപ്റ്റംബറിലത്. ഈ പേപ്പർ കണ്ടതിന് ശേഷം ഞാൻ അതെടുത്ത് തിരിച്ച് മാതാവിനെ നോക്കുമ്പോൾ കാണാം അമ്മ സങ്കടപ്പെട്ടിരിക്കുക. ഈ പേപ്പർ എടുത്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ അമ്മ സങ്കടപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞേ, ഈ പേപ്പർ വെച്ച ആളോട് അമ്മ ക്ഷമിക്കണം, ഈ പേപ്പർ ഞാൻ സന്തോഷപൂർവ്വം ഞാൻ കൊടുത്തോളാം എന്നുള്ളത്. അങ്ങനെ ആ പേപ്പർ എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് പാളയത്തുള്ള ആ വെയിലത്ത് ഞാൻ പാളയത്തുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അവിടെ കാണുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്ത്. അതുകൊണ്ട് എനിക്ക് എന്താ അത്രയും പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഏത് സമയത്തും അമ്മ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഒരു പൂർണ്ണ വിശ്വാസം എന്നിലുണ്ട്. ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അമ്മയുടെ കൈകളിൽ ജീവിത അവസാനം വരെ ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതരാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.